തിരുവനന്തപുരം നെയ്യാറ്റിൻകര പെരുങ്കടവിള ശ്രീ ബാലഭദ്രകാളി ക്ഷേത്രത്തിൽ റോബോട്ടിക് ആനയെ നടയിരുത്തി. പീറ്റ ഇന്ത്യ എന്ന മൃഗസ്നേഹി സംഘടനയാണ് ദേവിദാസൻ എന്ന് പേരിട്ട റോബോട്ടിക് ആനയെ ക്ഷേത്രത്തിന് നൽകിയത്. 10 അടി ഉയരവും 600 കിലോ ഭാരവുമുള്ള ലക്ഷണമൊത്ത ആനയാണ് ദേവിദാസൻ. അമേരിക്കയിലെ വെർജീനിയ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പീപ്പിൾ ഫോർ എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് അനിമൽസ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന മൃഗസ്നേഹി സംഘടനയാണ് ജീവനുള്ള ആനയുടെ അതേ വലിപ്പമുള്ള റോബോട്ടിക് ആനയെ ക്ഷേത്രത്തിനു നൽകിയത്. മെറ്റലും ഫൈബറും റബ്ബറും കൊണ്ടാണ് ദേവിദാസന്റെ കണ്ണുകളും ചെവിയും വാലും തുമ്പിക്കൈയുമെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. വൈദ്യുതിയുടെ സഹായത്താൽ 4 മോട്ടോറുകളിൽ ചലിക്കുന്ന ആനയ്ക്ക് വെള്ളം ചീറ്റാനും 4 ആളുകളെ വരെ വഹിക്കാനും കഴിയും. പൂർവ്വമേഖല പ്രാദേശിക ഉത്സവ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് ക്ഷേത്രം പ്രസിഡന്റ് പറയുന്നു. ആന എന്ന് പറയുന്ന ഒരു കാട്ടുജീവിയാണ്. അതിനെ കൊണ്ടൊന്ന് മെരുക്കി നമ്മുടെ നാട്ടിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയും, പക്ഷെ നമ്മുടെ കാലാവസ്ഥ ഓരോ ദൈനംദിനം വരുന്ന നമ്മുടെ കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങൾ ഇതിനെല്ലാം തന്നെ എന്ത് ചെയ്യുക, സമൂഹത്തിൻ്റെ അകത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. കാരണം എന്ന് വെച്ചാൽ ചൂട് അസഹന്യം ഞങ്ങൾക്ക് പോലും പറ്റുന്നില്ല, ആൾക്കാർക്ക് പറ്റുന്നില്ല. അപ്പം ഇതേപോലെ വന്യമൃഗങ്ങൾ കാട്ടിൽ ജീവിക്കേണ്ട മൃഗങ്ങൾ നാട്ടിലിറങ്ങി വരുമ്പോൾ അതിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് മനസ്സിലാക്കിക്കൊണ്ട് കാലത്തിനനുസരിച്ചുള്ള മാറ്റം അത് എല്ലാ ക്ഷേത്രങ്ങളും നമ്മൾ അംഗീകരിക്കുകയും വേണം. അത് അംഗീകരിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകാനായിട്ട്. പാരമ്പര്യത്തെ ഉപേക്ഷിക്കാതെ എല്ലാത്തിനെയും ബഹുമാനിച്ചുകൊണ്ടുള്ള പുരോഗമനത്തെയാണ് ക്ഷേത്ര ഭാരവാഹികൾ ചേർത്ത് പിടിക്കുന്നത്. ചാലക്കുടിയിലെ 4 ഹാർട്സ് ക്രിയേഷൻസിലെ പ്രശാന്ത്, പ്രകാശൻ, ജിനേഷ് KM, സാന്റോ ജോസ്, റോബിൻ MR എന്നിവരാണ് ദേവിദാസനെ നിർമ്മിച്ചത്. ക്ഷേത്രത്തിൽ നടന്ന ദേവിദാസന്റെ നടക്കിരുത്തൽ ചടങ്ങ് സിനിമാ താരം പാർവതി നായർ ഉദ്ഘാടനം ചെയ്തു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.